Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 71st lesson ആണിത്. ഈ ലെസണിലൂടെ ഡ്രൈവർ മാസ്റ്റർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു കാറിനെയും ഈസിയായി റിഗ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ ആനിമേറ്റ് ചെയ്ത് നമ്മളുടെ സീനിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാത്തിലൂടെ ഗ്രൗണ്ട് കോണ്ടാക്റ്റോടുകൂടി ഓട്ടോമാറ്റിക്കായി ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചെയ്യുന്ന വാക്ക് ത്രൂ ആനിമേഷൻസിൽ വളരെ റിയലിസ്റ്റിക്കായി നമുക്ക് ഏതൊരു കാറിനെയും ആനിമേറ്റ് ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു സീനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഈ ഒരു സീനിൽ റിഗ് ചെയ്ത് ആനിമേറ്റ് ചെയ്യുന്നതിനായി നമുക്കൊരു കാറിനെ ഇതിലേക്ക് മെർജ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ലംബോർഗിനിയുടെ ഒരു കാറാണ് സെലക്ട് ചെയ്ത് ഇതിലേക്ക് മെർജ് ചെയ്യുന്നത്. നമ്മുടെ കാർ ഈ ഒരു സീനിലേക്ക് മെർജ് ആയിരിക്കുകയാണ്. ഈ ഒരു കാറിനെയാണ് ഈ ഒരു ഡ്രൈവർ മാസ്റ്റർ എന്ന സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് റിഗ് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഈ ഒരു കാറിനെ നമ്മൾ ഈ ഒരു സീനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഡ്രൈവർ മാസ്റ്റർ എന്ന സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ റിഗ്ഗിങ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കാർ ഇവിടെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈവർ മാസ്റ്റർ എന്ന സ്ക്രിപ്റ്റ് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാം. ഡ്രൈവർ മാസ്റ്റർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ റിഗ്ഗിങ് ചെയ്യുന്നതിനായുള്ള ഒരു കൺട്രോൾസ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ കൺട്രോൾ പോയിന്റ്സിന്റെ ഈ ഒരു ഭാഗം ഇതിന്റെ ബാക്ക് വീൽ പോർഷൻ ആണ്. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കാറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിന്റെ സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാർ ഏതാണോ നമുക്കതിൻ്റെ സൈസിൽ ഈ ഒരു റിഗ് കൺട്രോൾസിന്റെ ലെങ്ത്തും വിഡ്ത്തും സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ കാറിൻ്റെ ഈ ഒരു ടയർ ഇവിടെ കാണാവുന്നതാണ്. ഞാൻ അതിനനുസരിച്ച് ഇതിൻ്റെ പൊസിഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് സെലക്ട് ചെയ്ത ഈ ഒരു കാറിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്തും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഈ വീൽസിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മളിവിടെ ഇതിൻ്റെ വിഡ്ത്തും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതുപോലെ മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാവുന്നതാണ്. ഇനി തിരിച്ച് നമുക്ക് ഇവിടേക്ക് തന്നെ ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ വീൽസ് ഓരോന്നായി റിഗ് കൺട്രോളറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഈ ഒരു ഡമ്മി ബോക്സാണ് ഈ ഒരു റിഗിൻ്റെ മെയിൻ കൺട്രോൾ. നമ്മൾ ഈ ഒരു ഡമ്മി റിഗ് കൺട്രോളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക് സെറ്റപ്പ്, പാരാമീറ്റർ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ മോഡിഫൈയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആദ്യമായി നമ്മളുടെ കാറിൻ്റെ വീൽസാണ് റിഗ് കൺട്രോളറിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സെറ്റപ്പ് ഡയലോഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ വീൽസ്, കാർ ബോഡി, ബ്രേക്സ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിലേക്ക് മെയിനായി ആഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ വീൽസും ഈ ഒരു കാർ ബോഡിയുമാണ്. ഡൗൺലോഡ് ചെയ്യുന്ന ഏതൊരു കാറിൻ്റെ മോഡൽസിനെയും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ഈ ഒരു കാറിൻ്റെ വീൽസ്, പാർട്സ് എല്ലാം നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയി ഇവിടെ ലഭിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു റിഗ് യൂസ് ചെയ്തുകൊണ്ട് ഈ വീൽസിനെ ആനിമേറ്റ് ചെയ്യുന്നതിനായി ഇതുപോലെ നമുക്ക് ഓരോ വീൽസിനെയും ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സെറ്റപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഫ്രണ്ട് ലെഫ്റ്റ് വീൽ, ഫ്രണ്ട് റൈറ്റ് വീൽ, ബാക്ക് ലെഫ്റ്റ് വീൽ, ബാക്ക് റൈറ്റ് വീൽ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസിലെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ഓരോ വീൽസിനെയും ആഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ നമുക്കിതിലെ വീൽസിനെ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യമായി ഫ്രണ്ട് ലെഫ്റ്റ് വീൽ എന്ന ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് വീൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു വീലിൻ്റെ പേര് ഇവിടെ വീൽ ഫ്രണ്ട് ലെഫ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീൽ ഇതിൽ ആഡ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പേര് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ബാക്ക് ലെഫ്റ്റ് വീൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു വീലിൻ്റെ പേര് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. വീൽ റിയർ ലെഫ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാക്ക് ലെഫ്റ്റ് വീൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീലിനെയും ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വീൽസിനെയും നമുക്കിതിലേക്ക് ഇതേ രീതിയിൽ ആഡ് ചെയ്യാം. ഫ്രണ്ട് റൈറ്റ് വീൽ, ബാക്ക് റൈറ്റ് വീൽ, അങ്ങനെ നമ്മൾ ഈ ഒരു വീൽസ് എല്ലാം ഈ ഒരു റിഗിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്.
അടുത്ത ഓപ്ഷൻ ഇതിൻ്റെ കാർ ബോഡി എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ബോഡി എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കാറിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്ഷനുകളിലേക്കെല്ലാം ഈ ഒരു കാറിൻ്റെ ഓരോ പാർട്സായി ആഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു കാറിൻ്റെ റിഗ്ഗിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ വീൽ ഇതുപോലെ റൊട്ടേറ്റ് ആവുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കാറിനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാത്തിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിൽ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാറ് ഈ ഒരു സീനിൽ ഡ്രൈവ് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഒരു പാത്ത് ലൈൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഷേപ്പിന്റെ സ്മൂത്ത്നെസ് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കാറ് സ്മൂത്തായി റൺ ചെയ്യുന്നതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഷേപ്പിനെയും നമ്മൾ സ്മൂത്ത് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ അഡാപ്റ്റീവ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാത്ത് ഇവിടെ നമുക്ക് ഇതുപോലെ സ്മൂത്തായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കാറിന്റെ റിഗിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാത്ത് ആഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു പാത്ത് ഈ ഒരു റിഗിലേക്ക് ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റിഗ് കൺട്രോളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം പാത്ത് ഗ്രൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ക് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാത്തിനെ ഇതിൽ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത പാത്തിലേക്ക് നമ്മുടെ ഈ ഒരു കാർ ഇവിടെ പ്ലേസ് ആയതായി കാണാവുന്നതാണ്. അടുത്തായി ഗ്രൗണ്ട് കോണ്ടാക്ട് ലഭിക്കുന്നതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗ്രൗണ്ട് പിക്ക് ഗ്രൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു പിക്ക് ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലെയിനിനെയും ഇതിലേക്ക് ഗ്രൗണ്ടായി ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ഒരു ടെറൈൻ ആണെങ്കിൽ പോലും ഗ്രൗണ്ട് കോണ്ടാക്ട്, വീൽ സസ്പെൻഷൻ തുടങ്ങിയവ ഡ്രൈവർ മാസ്റ്ററിൽ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സീനിൽ ഈ ഒരു പാത്തിലൂടെ ഗ്രൗണ്ട് കോണ്ടാക്റ്റോട് കൂടി ഈ ഒരു റിഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഈ ഒരു ആനിമേഷൻ 300 ഫ്രെയിംസ് ലെങ്ത് ഉള്ള ഒരു ആനിമേഷനായാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ആനിമേഷൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം ലൈനിൽ ടൈം കോൺഫിഗറേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ടൈം കോൺഫിഗറേഷനിൽ ആനിമേഷൻ സ്റ്റാർട്ട് ടൈം, ലെങ്ത് ടൈം ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഈ ഒരു ആനിമേഷൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വാല്യൂസ് അതിനനുസരിച്ച് വേണ്ട രീതിയിൽ നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. 400 ഫ്രെയിംസ് ലെങ്ത്തിലാണ് ഈ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കിവിടെ 400 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ടൈം സ്ലൈഡറിൽ ഇപ്പോൾ 400 ഫ്രെയിംസായി ഇവിടെ ചേഞ്ച് ആയതായി കാണാവുന്നതാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 300 ഫ്രെയിംസിലാണ് നമുക്ക് ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു 300 ഫ്രെയിംസിലെ ഈ ഒരു ആനിമേഷനെ 400 ഫ്രെയിംസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു 300 ഫ്രെയിംസിൽ നിന്ന് നമ്മൾ ഈ ഒരു കീ സെലക്ട് ചെയ്തുകൊണ്ട് 400 ഫ്രെയിംസിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ആനിമേഷൻ 0 to 400 ഫ്രെയിംസായി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ആനിമേഷൻ്റെ സ്പീഡ് കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ ക്യാമറ വ്യൂയിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. 400 ലെങ്ത്തിൽ ഈ ഒരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കാറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ആനിമേഷൻ ഈ ഒരു കാർ ഇവിടെ ഒരേ രീതിയിൽ വന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി ഈ ഒരു ആനിമേഷനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു റിഗ് കൺട്രോളർ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റിഗ് കൺട്രോളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു റിഗ് പാരാമീറ്ററിൽ വീൽസിൻ്റെ സസ്പെൻഷൻ, ഗ്രൗണ്ട് കോണ്ടാക്ട് തുടങ്ങിയ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട രീതിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മുടെ ആനിമേഷൻ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ബോഡി ഡ്രിഫ്റ്റ് എന്ന ഓപ്ഷനിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറിനെ ഡ്രിഫ്റ്റിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 50 എന്ന വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാർ ഡ്രിഫ്റ്റ് ആവുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു കാർ വന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു സസ്പെൻഷൻ ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി ടിൽറ്റ് എന്ന ഓപ്ഷനിൽ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമ്മൾ ഈ ഒരു ടൈം സ്ലൈഡറിൽ കീസ് ആഡ് ചെയ്തുകൊണ്ട് മാനുവലായി നമ്മൾ ഈ ഒരു ആനിമേഷൻസിൽ ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോഡി ടിൽറ്റ് എന്ന ഓപ്ഷനിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആനിമേഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിലെല്ലാം ഈ ഒരു ഡ്രൈവ് മാസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഈസിയായി നമുക്ക് ഏതൊരു കാറിനെയും റിഗ് ചെയ്തുകൊണ്ട് ആനിമേറ്റ് ചെയ്ത് നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.